ഗൈസ് അപ്പം ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. എല്ലാവരും അല്ലേ? അസ്സലാമു അലൈക്കും ഗൈസ്. ഇത് ഫെയർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ കോളേജിൽ പോയ ദിവസം കേട്ടോ. ഈ വെക്കേഷനിൽ ഞങ്ങൾ മാത്രമുള്ളൂ ഗൈസ് ഞങ്ങളെ കോളേജിൽ, വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രം. വന്നപ്പോൾ തന്നെ ഇതേ ഫോട്ടോസ് വീഡിയോസ് എടുക്കാനാട്ടോ ആദ്യം തന്നെ പോയത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാട്ടോ വന്ന് ഇവിടുന്ന് അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് കോളേജിലേക്ക്. അപ്പം ഞാൻ പോന്നപ്പോൾ വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ എന്തിനാണ് ഞാൻ പോകുന്നത്, ഇത്രയും ദൂരം പോരേണ്ട ആവശ്യം വല്ല കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ എല്ലാം പോയിട്ടോ. എല്ലാവരും ഒന്നും കൂടി കാണാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് തന്നെ. പിന്നെ ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നിർബന്ധമാണല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും ഷോട്ടോസും ഒക്കെ എടുത്തു. ലബനീസും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇതാക്കി പോരായിരുന്നു. പിന്നെ വൈകിട്ടുള്ളൊരു വീഡിയോ അത് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരു വീഡിയോസ് എടുത്തു. അതാകുമ്പോൾ പിന്നെ എല്ലാവരും കൊള്ളിക്കാൻ സുഖമാണല്ലോ. പിന്നെ ആൾ കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ അതേ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫോട്ടോസും വീഡിയോസും എടുക്കില്ല, പറഞ്ഞ ഫോട്ടോസ് വീഡിയോസ് ഇത് തന്നെയായിരുന്നു മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളിത് ടൂർ മേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെയൊക്കെ പല മേറ്റ്സും ഉണ്ടാവുമല്ലോ അല്ലേ. ടൂർ ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റൂമിലായിരുന്നു കിടന്നിരുന്നത് ട്രിപ്പ് പോയപ്പം. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോസ് എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ നിന്നതാണ്. ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഗൈസ്. അതാണ് ഇങ്ങനെ സ്റ്റാച്ചു മൈ ടച്ച് മീ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിന്ന് കേട്ടോ. പിന്നെ ഉണ്ടല്ലേ യോയൊക്കെ ഇട്ട് പിന്നെ ഇതാണല്ലോ. പിന്നെ ഞങ്ങളെ സാറുമാർ, ഞങ്ങളെ പൊന്നു പോലെ ഞങ്ങൾ 3 വർഷം കൊണ്ട് നടന്ന ഞങ്ങളെ സാറുമാർ. പിന്നെ ഫുഡ് പിന്നെ മുഖ്യമാണല്ലോ അല്ലേ. പിന്നെ ഞങ്ങളെ സാർമാരെ വകയെങ്കിൽ ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല ബിരിയാണിയും പിന്നെ നല്ല ചിക്കൻ കൊണ്ടാട്ടവും ആയിരുന്നു തോന്നുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. പിന്നെ വിശക്കാത്തോട്ട് വല്ലാതെ കഴിക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും അടിപൊളി ഫുഡായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തന്നെയാണ് ഫുഡും കഴിക്കുന്നത്. അത് പിന്നെ ഞങ്ങളുടെ സാറ് പുത്രനായിരുന്നു ഗൈസ്. പിന്നെ കണ്ടോ ഇവന് പിന്നെ ഇങ്ങനെ മെയിനായിട്ട് നോക്കലാട്ടോ എൻ്റെ പണി. കണ്ടോ ഇവൻ ഭയങ്കര സാധനം ഗൈസ്. ഇവനെ മരത്തുമ്പോൾ കയറിയിട്ട് മാങ്ങണ്ടോ വെച്ചിങ്ങനെ നടക്കായിരുന്നു. ഭയങ്കര മരം കയറി ഭയങ്കര പൊട്ടിത്തെറുപ്പാണ് കേട്ടോ. എല്ലാം എനിക്ക് ഞാനൊരു മാങ്ങയൊക്കെ പറിച്ചു കൊടുത്തു. അപ്പോൾ അവന് താഴത്തേക്ക് ഇറങ്ങിയത് തന്നെ മാങ്ങ അരച്ചെടുത്തപ്പോൾ. പിന്നെ ഞങ്ങൾ പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുക തന്നെയായിരുന്നു കേട്ടോ പണി. ഇത് മെയിനായിട്ട് അവൾ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി പോയതാണ്. കാരണം ഞങ്ങൾ ലാസ്റ്റ് കൂടുതലാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഇതേപോലെ കൂടുമെന്ന് തന്നെ സംശയമാണ്. പിന്നെ ഒരു വീഡിയോ ലാസ്റ്റ് ഒന്നുകൂടി എടുത്തു. പിന്നെ സാർമാരും ഞങ്ങൾ പോവാട്ടോ എന്ന് പറഞ്ഞു. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ കോളേജിൽ നിന്ന് പോരാട്ടോ കൊണ്ടുവച്ച് സങ്കടം കണ്ടില്ല ഗൈസ്. എൻ്റെ കണ്ണെന്നൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ കണ്ണീരൊക്കെ വന്നിരുന്നു. ഫ്രണ്ടിനെ കൂട്ടം അവളെ ഹസ്ബൻഡ് എന്നപ്പോൾ എന്തായാലും പെരിന്തമണ്ണയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനും കൂടി ഞങ്ങളെല്ലാവരും കൂടി കയറി കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ.